ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണ യുദ്ധകാണ്ഡത്തിലെ 32ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാവണൻ വിദേഹരാജപുത്രിയോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കേട്ടു. സാ സീതാ സശിരോ ദൃഷ്ട്വാ തച്ച കാർമുകമുത്തമം സുഗ്രീവ പ്രതിസംസർഗാമാഖ്യാതം ച ഹനുമതാം. സീതാശിരസ്സും ഉത്തമമായ കാർമുകവും ദർശിച്ചും ഹനുമാൻ പറഞ്ഞ സുഗ്രീവ സംസർഗമോർത്തും ഭർത്താവിന് സദൃശമായ മുഖവും മുഖവർണവും മുടിയും കണ്ണുകളും നെറ്റിയും ശുഭമായ ചൂടാമണിയും കണ്ടും ഈ ലക്ഷണങ്ങളിലെല്ലാം അഭിജ്ഞാനം ചെയ്തും അത്യന്തം ദുഃഖിതയായിട്ട് മാറി. കുരുവിയെപ്പോലെ കരഞ്ഞുകൊണ്ട് കൈകേയിയെ നിന്ദിക്കുകയുണ്ടായി. സകാമാഭവ കൈകേയി ഹതോയം കുലനന്ദന. കൈകേയി, നീ കാമം നേടുക. ഈ കുലനന്ദനൻ കൊല്ലപ്പെട്ടു. കലഹശീലയായ നീ മൂലം കുലം മുഴുവൻ ഇതാ മുടിഞ്ഞു. ഹരനായ രാമൻ നിനക്ക് എന്ത് അപ്രിയമാണ് കൈകേയി ചെയ്തത്? എന്നോടൊപ്പം നീ മരവരിയൊക്കെ ഉടുപ്പിച്ചുകൊണ്ട് രാമനെ കാട്ടിലേക്ക് അയച്ചല്ലോ. ഏവമുക്വാതു വൈദേഹി വേപമാന തപസ്വിനി. തപസ്വിനിയായ തയ്യലാള് ഇങ്ങനെ പറഞ്ഞ് വിറച്ചുകൊണ്ട് വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് വീണു. സാ മുഹൂർത്താൽ സമാശ്വാസ പ്രതിലഭ്യച്ച ചേതന. അല്പസമയത്തിനുള്ളില് ദുഃഖിതയായ ആ സീത ആശ്വാസം പൂണ്ട് ആ ശിരസ് മുകർന്നുകൊണ്ട് വിലപിക്കുകയുണ്ടായി. ഞാൻ നിഹതയായി. മഹാബാഹോ, വീരവ്രതം കൊണ്ടവനെ, അങ്ങയുടെ ഈ മരണാവസ്ഥ ഞാൻ കാണുന്നു. ഞാന് വിധവയായി. പ്രഥമം മരണം നാര്യ ഭർത്തൃ വൈഗുണ്യമുച്യതേ. ഭാര്യ ആദ്യം മരിക്കുന്നത് ഭർത്താവിന്റെ ദോഷം കൊണ്ടാണ് എന്ന് പറയുന്നു. സുചരിതനായ അങ്ങ് സർവൃത്തിയായി എനിക്ക് മുൻപേ മരിച്ചു. ദുഃഖാൽ ദുഃഖം പ്രപന്നായ മഗ്നായ ശോകസാഗരേ. ഞാൻ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് വന്ന് ശോകസാഗരത്തിലേക്ക് മുങ്ങുമ്പോൾ എന്നെ കരകയറ്റാനായിട്ട് വന്ന അങ്ങും കൊല്ലപ്പെട്ടല്ലോ. അല്ലയോ രാഘവ, പുത്രനായ അങ്ങ് എൻ്റെ ശുശ്രുവും വത്സലയുമായ കൗസല്യയെ വത്സലാൽ പശു എന്ന പോലെ വിവത്സയാക്കി. അങ്ങേക്ക് ദീർഘായുസ് ആശംസിച്ചവരുടെ വാക്ക് വ്യർത്ഥമായി. അങ്ങ് അല്പായുസായി മാറിയല്ലോ. പ്രാജ്ഞനായ അങ്ങയുടെയും പ്രജ്ഞ നശിച്ചുപോയി. ഭൂതങ്ങളുടെ പ്രഭവമായ കാലം പ്രാണിയെ പാകപ്പെടുത്തുന്നു. ഉപായജ്ഞനായ അങ്ങ് ആപത്തുകളൊക്കെ അകറ്റാൻ സമർത്ഥനാണല്ലോ. പിന്നെ എങ്ങനെ അചിന്ത്യമായ മൃത്യുവിൽ അകപ്പെട്ടു? രൗദ്രവും അതിനിർദ്ദയവുമായ കാളരാത്രിയെ അങ്ങേ കെട്ടിപ്പുണർന്നുകൊണ്ട് എന്നിൽ നിന്ന് അപഹരിച്ചു. ഉപശേഷേ മഹാബാഹോ മാം മിഹായ തപസ്വിനിയും. പുരുഷശ്രേഷ്ഠ മഹാബാഹു, അങ്ങ് തപസ്വിനിയായ എന്നെ വെടിഞ്ഞ് പൃഥ്വിയെ പ്രിയപ്പെട്ടവളെന്ന പോലെ കെട്ടിപ്പുണർന്നിതാ കിടക്കുന്നു. ഞാൻ എന്നും പ്രയാസപ്പെട്ട് ഗന്ധമാല്യങ്ങൾ കൊണ്ട് പൂജിച്ചിരുന്നതും സ്വർണാലങ്കൃതവും എനിക്ക് പ്രിയങ്കരവുമായ അങ്ങയുടെ ധനുസ് ഇതാണല്ലോ. അങ്ങ് എൻ്റെ ശ്വശുരനും അങ്ങയുടെ പിതാവുമായ ദശരഥനോടും സർവപിതൃക്കളോടും കൂടി സ്വർഗത്തിൽ ചേർന്ന് ഇരിക്കും. ഒരു നക്ഷത്രമായി തീർന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് മകൾ കർമ്മകൃത്തുക്കൾക്ക് പ്രിയങ്കരവും പുണ്യകരവുമായ തൻ്റെ രാജർഷി വംശത്തെ നിരീക്ഷിക്കുന്നു. രാജാവേ, ബാലയും ബാല്യത്തിൽ തന്നെ വിവാഹം ചെയ്തവളും സഹചാരിണിയും ഭാര്യയുമായ എൻ്റെ നേർക്ക് നോക്കാത്തത് എന്താണ്? എന്നോടൊന്നും പറയാത്തത് എന്താണ്? സംസ്കൃതം കൃഷ്ണതാപാണിയും ചരിഷ്യാമീതി യൽത്വയാ സ്മരതന്മമ കാകുൽസ്ഥ നയമാം അഭിദുഃഖിതാം. പാണിഗ്രഹണം ചെയ്തപ്പോൾ
ഒപ്പം ചരിക്കും എന്ന പ്രതിജ്ഞ ചെയ്തത് ഓർമ്മിക്കൂ അങ്ങ്. വ്യസനിക്കുന്ന എന്നെയും കൂടി കൊണ്ടുപോകും. അങ്ങയോട് വേർപെട്ട് ദുഃഖിക്കുന്ന എന്നെപ്പോലും വെടിഞ്ഞ് പരലോകത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മാത്രം ആലിംഗനം ചെയ്തിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഉചിതമായിട്ടുള്ളതായ അങ്ങയുടെ ഈ ശരീരം ശവന്തേനികൾ വലിച്ചിഴയ്ക്കുന്നുണ്ടാവും നിശ്ചയം. ഞാൻ ദക്ഷിണ ഏറെ നൽകി അഗ്നിഷ്ടോമാതി നാനായാഗങ്ങൾ ചെയ്തിട്ടും അഗ്നിഹോത്രം കൊണ്ടുള്ള സംസ്കാരം എന്തുകൊണ്ട് ലഭിച്ചില്ല? വനവാസത്തിന് പോയ 3 പേരിൽ ഒരുവനായ ലക്ഷ്മണൻ മാത്രം മടങ്ങി ചെല്ലുമ്പോൾ കൗസല്യ മറ്റു 2 പേരെ പറ്റിയിട്ട് ചോദിക്കാനിടയാവും. അവൾ ചോദിക്കുമ്പോൾ രാക്ഷസന്മാർ അങ്ങയുടെ മിത്രസൈന്യത്തെ വധിച്ചതും രാത്രിയിൽ അങ്ങയെ വധിച്ചതും തീർച്ചയായും പറയും. ഉറക്കത്തിൽ അങ്ങ് കൊല്ലപ്പെട്ടതും രാക്ഷസഗൃഹത്തിൽ അകപ്പെട്ട എന്നെക്കുറിച്ചും കേട്ട് അവള് ഹൃദയം തകർന്ന് മരിക്കും. അനാരിയായ ഞാൻ മൂലം അനഘനും നൃപനന്ദനും സത്വാനുമായിരിക്കുന്ന രാമൻ കടൽ കടന്നുവന്ന് ഗോഷ്പദത്തില് മുങ്ങി മരിച്ചു. സുഗുണനാശകിയായ എന്നെ മൗഢ്യം മൂലം ദാശരഥി വിവാഹം ചെയ്തു. ആര്യപുത്രനായ രാമന് ഭാര്യ തന്നെ മൃത്യുവായിട്ട് മാറി. മറ്റേതോ ജന്മത്തിൽ ഞാൻ ഉത്തമമായ ദാനം മുടക്കിയിരിക്കാം. അതിനാലാണ് ഞാനിപ്പോൾ സർവലോക രക്ഷകന്റെ ഭാര്യയായിരുന്നിട്ടും ഇങ്ങനെ ദുഃഖിക്കുന്നത്. സാധുപാതയമാം ക്ഷിപ്രം രാമസ്യോപരി രാവണ. രാവണ, എന്നെ നീ വേഗം രാമന്റെ മേൽ കൊണ്ടുചെന്നിടൂ. ഭർത്താവിനെ ഭാര്യയോട് ചേർക്കുക. കല്യാണമുത്തമം. മംഗളകർമ്മം ചെയ്യൂ. ശിരസാമേ ശിരശാസ്യ കായം കായേന യോജയ. നീ ഇവന്റെ ശിരസിനോട് എന്റെ ശിരസും ശരീരത്തോട് ശരീരവും യോജിപ്പിക്കൂ. ഞാൻ എന്റെ മഹാനായ ഭർത്താവിനെ പിന്തുടരട്ടെ. ഇത് സാ ദുഃഖസന്തപ്താം വിലാപായ ദക്ഷിണ. ദീർഘനേത്രയും ദുഃഖസന്തപ്തിയുമായ അവള് ഭർത്താവിന്റെ ശിരസ്സും ധനുസ്സും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ വിലപിച്ചു. വൈദേഹി ഇങ്ങനെ വിലപിക്കുമ്പോൾ ദ്വാരപാലകനായ ഒരു രാക്ഷസൻ തൊഴുകയുമായി സ്വാമിയുടെ നേർക്ക് വന്നു. വിജയസ്വാര്യപുത്രേതി സ്വാഭിവാദ്യ പ്രസാദ്യച. ആര്യപുത്ര, ജയിച്ചാലുമെന്ന് അഭിവാദ്യം ചെയ്ത് പ്രസാദിപ്പിച്ച് സേനാനായകനായ പ്രഹസ്തൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. അമാത്യൈ സഹിത സർവേ പ്രഹസ്താ സമുപസ്ഥിത. അല്ലയോ പ്രഭോ, പ്രഹസ്തൻ സർവമന്ത്രിമാരോടുമൊത്ത് വന്നു ചേർത്തിരിക്കുന്നു. അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് അദ്ദേഹം എന്നെ പറഞ്ഞയച്ചതാണ്. രാജാജ്ഞ അനുസരിച്ച് മാത്രം ചെയ്യേണ്ട എന്തോ ഒരു അടിയന്തര കാര്യമുണ്ട്. അങ്ങ് അവർക്ക് ദർശനമരുളിയാലും. ഏതൽ ശ്രുത്വാ ദശഗ്രീവോ രാക്ഷസപ്രതിവേദിതം അശോകവനിതാം തെക്വാ മന്ത്രിണാം ദർശനം യയോ. രാക്ഷസനും വന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ട് രാവണൻ അശോകവനിയിൽ നിന്ന് മന്ത്രിമാരെ കാണാനായിട്ട് പോയി. അവൻ രാമവിക്രമത്തെ മനസ്സിലാക്കി മന്ത്രിമാരോടൊപ്പം സഭയിൽ പ്രവേശിച്ച് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. രാവണൻ പോന്ന സമയത്ത് തന്നെ ആ ശിരസ്സും ആ ഉത്തമമായ കാർമുകവും കാണാതെയായി. രാക്ഷസേന്ദ്രൻ അപ്പോൾ ഭീമവിക്രമന്മാരായ മാത്യന്മാരോടൊപ്പം രാമകാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു. അവിദൂരസ്ഥിതാൻ സർവാൻ ബലാധ്യക്ഷാൻ ഹിതൈഷിണ. കാലസദൃശനും രാക്ഷസാധിപനുമായ രാവണൻ ഹിതം കരുതി അടുത്തു നിൽക്കുന്ന പടത്തലവന്മാരോട് എല്ലാവരോടും പറഞ്ഞു, വേഗത്തിൽ വലിയ കോലുകൾ കൊണ്ട് പെരുമ്പറയൊച്ച ഉണ്ടാക്കി എന്റെ സൈന്യങ്ങളെ വരുത്തുക. കാരണം പറയേണ്ടതില്ല. തതസ്ഥേതി പ്രകൃത്യ തദ്വചോ ബലാദിവാസ്തേ മഹാദാത്മനോ ബലം. അങ്ങനെയെന്ന് പറഞ്ഞ് സേനാപതിമാർ തങ്ങളുടെ പെരുമ്പടയെ വരുത്തി. യുദ്ധകാംക്ഷിയായ സ്വാമിയോട് പട വന്നത് ചെന്ന് ഉണർത്തിച്ചു. ഇങ്ങനെ രാവണന്റെ മായയിലെ സീതയൊന്ന് മോഹിപ്പിക്കുന്നതും തുടർന്ന് സീത വിലപിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.